നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ കിടന്ന് തെമ്മാടത്തരം കാണിച്ചാലേ സാറ് വിവരം അറിയും. സാർ നോക്കി പേടിപ്പിക്കണ്ട, ഇവിടെ കിടന്ന് തിളക്കുകയും വേണ്ട. സാറിനോട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിലേ അതിനുള്ള ഒഫീഷ്യൽ സപ്പോർട്ട് എനിക്കുണ്ടെന്ന് കരുതിക്കോ. കാർത്തിയേട്ടാ പോവാം. ഇതൊക്കെ എല്ലാരും ചേർന്നുള്ള ഒരു പ്ലെയർ. മുത്തശ്ശൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടും കടിച്ചേ അടങ്ങൂ. കാർത്തിയേട്ടനോട് അവൾക്ക് ഇത്ര പകയുണ്ടാവാൻ കാരണം എന്താ? അത് പഴയൊരു ലവ് സ്റ്റോറിയാണ്. പോലീസ് അക്കാഡമിയിൽ പഠിക്കുമ്പോൾ ഈ സഹീറയ്ക്ക് എന്നോട് വലിയ പ്രണയമായിരുന്നു. എനിക്കെന്തോ അവളോട് വലിയ വെറുപ്പും. ഇവളെന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. ഒരു ദിവസം തെറ്റ് എന്റെ സൈഡില്. ഞാൻ അവളെ തല്ലരുതായിരുന്നു. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അക്കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് കുറ്റബോധമുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ച അവള് പെരുമാറിയത് ഇപ്പൊ എനിക്കത് മനസ്സിലായി. ഇനി അവള് നമ്മുടെ കുഞ്ഞിനെ വെച്ചാവും കളിക്കാൻ പോകുന്നത്. അതിനായിരിക്കും ആ മൈഥിലിയെ കൂടെ കൂട്ടിയിരിക്കുന്നത്. എന്റെ കുഞ്ഞെവിടെയുണ്ടെന്ന് ഒന്നറിയാൻ പോലും പറ്റത്തില്ലല്ലോ കാർത്തിയേട്ട. കരയാതെ പോലീസ് സ്റ്റേഷന് വാ, കാറി കയറിയിരിക്കാം. നീ എന്ത് വല്ലാത്ത പ്രശ്നത്തിലാണെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? പറയ, എന്താ നിന്റെ പ്രോബ്ലം? ഞാൻ ഒട്ടും സേഫ് അല്ല മാഡം. എന്റെ കാര്യം വല്ലാത്ത കുഴപ്പത്തില്ല. അതല്ലേ മലയാളത്തിൽ തന്നെ ചോദിച്ചത്. എന്താ നിന്റെ പ്രശ്നം? നീ വാ തുറന്ന് പറഞ്ഞാലല്ലേ ഞാനതറിയൂ. ആ വൈശാഖാണെങ്കിലേ എന്നെ വിടാതെ പിന്തുടരുക. എന്നെ എപ്പോഴും അവൻ ഉപദ്രവിക്കാന്ന് പറയാൻ വയ്യ. അവൻ ഞാൻ താമസിക്കുന്ന ആ ഹോസ്റ്റലിന്റെ ഒരു ഭാഗത്ത് വന്ന് ഏത് നേരവും നിൽക്കുക. അങ്ങനെ വെറുതെ വന്ന് നിൽക്കുന്ന ഒരാളെ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈശാഖ് അങ്ങനെ, പിന്നെ കാർത്തിക്കുമായി നീ ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ? ഇല്ല, അതിന്റെ കേസ് നടക്കുക. പക്ഷെ കുട്ടിയെ തിരിച്ചു വേണമെന്നും പറഞ്ഞ് കാർത്തിക്കും ആ മീനാക്ഷിയും കൂടി ഏത് നേരം എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ രണ്ടു കൂട്ടരുടെ ഉപദ്രവം എനിക്ക് നിരന്തരം. കൊല്ലാൻ വരെ അവര് മടിക്കില്ല. ഇവരിൽ ആരെന്നെ പിടികൂടിയാലും ഭീഷണിപ്പെടുത്തി എന്റെ കുഞ്ഞിനെ അവര് കൈക്കലാക്കും. ആര് കുഞ്ഞിനെ കൊണ്ടുപോയാലും കുഞ്ഞൊടുവിൽ മീനാക്ഷിയുടെ കയ്യിലെത്തും. എന്തൊക്കെ ഉണ്ടായാലും എന്നെ കൊന്നാലും ഞാൻ കുഞ്ഞിനെ മീനാക്ഷിക്ക് കൊടുക്കില്ല. അവരങ്ങനെ എന്റെ കുഞ്ഞിന്റെ അമ്മ ആവണ്ട. ഇതൊക്കെ തന്നെയാ എന്റെ ആഗ്രഹം. നിനക്കുള്ളതുപോലെ ഒരു പക എനിക്കും ആ മീനാക്ഷിയോടും കാർത്തിക്കിനോടും ഉണ്ടെന്ന് കൂട്ടിക്കോ. അതെന്താ മാഡം? അതൊന്നും തൽക്കാലം നീ അറിയണ്ട. എന്റെ സേഫ്റ്റിക്ക് ഞാൻ എന്ത് ചെയ്യും മാഡം? എനിക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ തന്നൂടെ? അതൊന്നും പറ്റില്ല. അതിനൊക്കെ വേറെ ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ നിനക്ക് ഞാനൊരു ഉപകാരം ചെയ്യാം. പോലീസ് പ്രൊട്ടക്ഷൻ പോലെ തന്നെയാ. കൃപ, മാഡം, നിനക്ക് അക്കോമഡേഷൻ ഒന്നും ശരിയായിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഒന്നും ആയിട്ടില്ല മാഡം. എങ്കിൽ വഴിയുണ്ടാക്കാം.
ശരി മാഡം, ഓക്കെ, വരട്ടെ. വേണ്ടത് ഞാൻ ചെയ്തോളാം. ശരി. എക്സ്ക്യൂസ് മീ മാഡം. യെസ്. ഞാൻ കാർത്തിക്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറ് ചോദിക്കേ. മൈഥിലി എന്ന പേരുള്ള ഒരു ലേഡി ഇവിടെ താമസിക്കുന്നുണ്ടോ? സാർ, ഇത് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിലെ ഇൻമേറ്റ്സിനെ പറ്റി ആർക്കും ആരോടും ഒരു വിവരവും നൽകാൻ പറ്റില്ല. ഓഹോ, അതെന്താ നിയമം? അതാ ഇവിടുത്തെ റൂള്. അല്ല, അവളുടെ കയ്യിലൊരു കുട്ടിയുണ്ടോന്ന് അറിഞ്ഞാ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് താമസിക്കുന്ന ആരെ പറ്റിയും ഒരു കാര്യവും ഞങ്ങൾ പറയില്ല. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫാണ്, ACP കാർത്തിക്. ആ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സാറിപ്പോ സർവീസിലില്ലല്ലോ, സസ്പെൻഷനിലല്ലേ? അത് ശരി. അപ്പൊ എല്ലാം അറിഞ്ഞ് മനഃപൂർവ്വം നിങ്ങൾ അവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതല്ലേ? ചൂടാവാതെ സാറേ, സാറ് പോയി സാറിന്റെ ജോലി നോക്ക്. ധിക്കാരം പറയുന്നു. കാർത്തിയേട്ടാ, വേണ്ട. സാറേ, ഇത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലാ. ഇവിടെ കിടന്ന് തെമ്മാടിത്തരം കാണിച്ചാലേ സാറ് വിവരം അറിയും. സാർ നോക്കി പേടിപ്പിക്കണ്ട. ഇവിടെ കിടന്ന് തിളക്കുകയും വേണ്ട. സാറിനോട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിലേ അതിനുള്ള ഒഫീഷ്യൽ സപ്പോർട്ട് എനിക്കുണ്ടെന്ന് കരുതിക്കോ. കാർത്തിയേട്ടാ, പോവാം. ഇതൊക്കെ എല്ലാരും ചേർന്നുള്ള ഒരു പ്ലേയർ. ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, വാ പോവാം കാർത്തിയേട്ടാ, വാ. എവിടെയടി എന്റെ കുഞ്ഞ്? നിന്നോടാ ഞാൻ ചോദിച്ചത്, എന്റെ കുഞ്ഞെവിടെയെന്ന്. നീ അതിനെ കൊണ്ടുപോയി കൊന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.